തൃശൂർ അതിരപ്പള്ളിയിൽ കനത്ത മഴ 4 മണിക്കൂറിനുള്ളിൽ 90 മില്ലിമീറ്റർ മഴ പെയ്തു. പെരിങ്ങൽകുത്ത് ഡാമിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. വാച്ച്മനം ഭാഗത്ത് തോട് കരകവിഞ്ഞു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. വനത്തിനുള്ളിൽ കുടുങ്ങിയവരുമായി ഇതുവരെയും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. സുരജ് സജി തൃശൂരിൽ ചെയ്യുന്നു. സുരജ്, ഇപ്പോഴും അതിശക്തമായ മഴ തുടരുകയാണോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സുഹൈൽ, ഇപ്പോഴും ഈ അതിരപ്പള്ളി ഉൾപ്പെടുന്ന വനമേഖലയിൽ ശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തുടങ്ങിയ മഴയാണ്. 4 മണിക്കൂർ കണക്കാക്കിയപ്പോൾ ശരാശരി 90 മില്ലിമീറ്റർ മഴ അവിടെ ഈ മേഖലയിൽ പെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഇതിൽ പ്രധാനമായ ഒരു ആശങ്കയായി നിലനിൽക്കുന്നത് ഈ വാച്ച്മരം എന്ന് പറയുന്ന പ്രദേശത്ത് ഈ നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. KSRTC ബസ് അടക്കമുള്ള വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന തോട്ടിൽ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നാണ് ഈ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കാൻ ഇടയാക്കിയതെന്നുള്ള പറയുന്നത്. അതോടൊപ്പം തന്നെ നിരവധി മരങ്ങളും കടപുഴകിയിട്ടുണ്ട്. വനംവകുപ്പിന്റെയും പോലീസിന്റെയും ഉദ്യോഗസ്ഥരടക്കം ഈ മേഖലയിലേക്ക് തിരിച്ചെങ്കിൽ പോലും ഇവരെയും ഇതുവരെയും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താണ് ഈ വനത്തിനുള്ളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പോലും അറിയാത്ത ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങളുള്ളത്. എന്തായാലും ഈ വനത്തിനുള്ളിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പും പോലീസും ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇവരെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നുണ്ട്. ഈ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ് സുഖി. എന്തായാലും ചിലർ വനത്തിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ട്. ഇവരെ പുറത്തെത്തിക്കാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കനത്ത മഴ ആ മേഖലയിൽ തുടരുകയാണ്. സുരജ് സജിയാണ് അവിടുത്തെ വിശദാംശങ്ങൾ നൽകിയത്.